ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു പോഷക ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഞാനൊരു 100 ഗ്രാം തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇത് ആവശ്യത്തിനുള്ളതാണ്, പുളി ഒരു ചെറിയ നെല്ലിക്കട വലുപ്പത്തിൽ, ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ കുറച്ച് ഒരു പിടി നാളികേരം. ഈ നാളികേരത്തിലേക്ക് നിർബന്ധമൊന്നുമല്ല, ഞാൻ പലപ്പോഴും നാളികേരം ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ശർക്കര നിർബന്ധമില്ല, ഇത് മധുരം ചേരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ശർക്കര വേണ്ടാന്ന് വെക്കാം. ഈ ചമ്മന്തി നമുക്ക് ചോറിന് മാത്രമല്ല ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. 2-3 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. ഞാനിതവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി ഇത്തിരി നന്നായിട്ട് തന്നെ വതങ്ങി വരണം, അതുകൊണ്ട് ആദ്യം തന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇത്തിരി നിറം മാറി വരണം. അതേപോലെ തന്നെ ഈ നാളികേരം നന്നായിട്ട് ഫ്രൈ ആയി വരണം. നാളികേരം നിങ്ങളുടെ കയ്യിൽ പച്ച നാളികേരം ഇല്ലെങ്കിൽ കൊട്ടത്തേങ്ങ കൊപ്രയാണെങ്കിലും ഒരു 5-6 പീസ് മുറിച്ചെടുത്തിട്ട് അതും വളരെ ടേസ്റ്റിയാണ്. അതാകുമ്പോൾ അധികം വറക്കേണ്ട കാര്യമില്ല. ഇതിനോടൊപ്പം കിടന്നൊന്ന് ഫ്രൈ ആവണം. ഇതൊന്ന് ഫ്രൈ ആയ ശേഷം മാത്രം നമുക്ക് മറ്റ് സാധനങ്ങൾ ചേർത്തി കൊടുക്കാൻ പറ്റുള്ളൂ. ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പരിപ്പ് ചേർത്തി കൊടുക്കാം. ഒപ്പം തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആവണം. പരിപ്പ് മൂക്കുന്ന സമയത്ത് ഒരു മണം വരും, കരിയാതെ നോക്കണം. ആ മണം വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ല പോഷക ഗുണമുള്ളൊരു ചമ്മന്തിയാണ്. അതിനാണ് വെളുത്തുള്ളി, പരിപ്പ്, കറിവേപ്പില എല്ലാറ്റിലും അറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പലതര പോഷക ഘടകങ്ങളാണ് ഓരോന്നിലും ഉള്ളത്. അതുകൊണ്ട് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇതൊന്ന് ഫ്രൈ ആവട്ടെ. പരിപ്പൊക്കെ നന്നായി പാകത്തിന് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. പക്ഷെ തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവൂ, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ പുളിയും ഉപ്പും ശർക്കരയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ഇത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ആദ്യം. അതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം 1 സ്പൂണോ മറ്റോ നോക്കിയിട്ട് കുറച്ച് വെള്ളമേ ചേർക്കാവൂ. എന്നിട്ട് ആ ചെറിയ ജാറിൽ തന്നെ അരച്ചെടുക്കണം. അതാണ് അതിൻ്റെ ശരി. വെള്ളം ചേർത്ത് ആയി കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ആദ്യം ഇതുപോലെ ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അധികം വെള്ളം വേണ്ട, 1-2 സ്പൂൺ വെള്ളം കൊണ്ട് നല്ലതായിട്ട് അരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ പോഷക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് എൻ്റെ മദറിൽ നിന്നാണ് ഞാൻ ഇതും പഠിച്ചെടുത്തത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനതിങ്ങനെ തുടർന്നുകൊണ്ട് പോകണമെന്ന് മാത്രം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.